വിവാഹമോചനത്തിൽ നിന്ന് പിന്മാറി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയയുടെ ഭാര്യ സംഗീത കുടുംബ കോടതിയിൽ നൽകിയിരുന്ന വിവാഹമോചന ഹർജിയാണ് സംഗീത പിൻവലിച്ചത്. 2025 ഡിസംബറിലാണ് സംഗീത വിജയ്ക്കെതിരെ വിവാഹമോചന ഹർജി നൽകിയത്. രേണുക രാജേന്ദ്രൻ വിവരങ്ങൾ നൽകും. രേണുക, കഴിഞ്ഞ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിൽ ചർച്ചയായ വിഷയമായിരുന്നു ഒന്ന്. മറ്റു വിശദാംശങ്ങൾ. ഏതായാലും ഇപ്പോൾ വിജയ് സംഗീത വീണ്ടും ഒരുമിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിയമപരമായി തന്നെ വിവാഹമോചനം വേണ്ട, തങ്ങൾ വിവാഹമോചനത്തിനില്ല, ഇപ്പോൾ ഒരു വിവാഹമോചനം വേണ്ട എന്ന് തന്നെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ഭാര്യ സംഗീത ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ചക്കൽപ്പെട്ട കുടുംബ കോടതിയിലാണ് ഈ കേസ് ഇപ്പോൾ ഈ ഹർജി എന്തായാലും നടന്നത്. എന്തായാലും ഇപ്പോൾ ഹർജി പിൻവലിച്ചു എന്നതാണ് സംഗീതയുടെ അഭിഭാഷകരടക്കം ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു കേസ് ആദ്യം പരിഗണനയ്ക്ക് വന്നത്. എന്നാൽ തമിഴ്നാട് മുഖ്യമന്ത്രി സഭയിലായതിനാൽ ഈ കേസ് അടുത്ത ആഴ്ചയ്ക്ക് മാറ്റിവെക്കണമെന്ന് വിജയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ എന്തായാലും സംഗീതയുടെ അഭിഭാഷകൻ ഇന്ന് തന്നെ ഈ കേസിന് ഒരു പരിഗണന ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും തൊട്ടു പിന്നാലെ ഉച്ചയ്ക്ക് ഈ കേസ് കോടതിയിൽ പരിഗണിക്കുകയായിരുന്നു. ഏകദേശം 15 മിനിറ്റോളം വീഡിയോ കോൺഫറൻസിലൂടെ ജഡ്ജിയോട് സംഗീത സംസാരിക്കുകയായിരുന്നു. തനിക്ക് വിവാഹമോചനം വേണ്ട എന്നതായിരുന്നു എന്തായാലും സംഗീത കോടതിയെ അറിയിച്ചത്. എന്തായാലും വിജയുടെ അമ്മ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, സംഗീതയുമായി സംസാരിച്ചിട്ടുണ്ട്. വിജയുടെ അമ്മ ശോഭ എന്നൊരു വാർത്തകളടക്കം, ഇങ്ങനെ ഒരു അഭ്യൂഹങ്ങളടക്കം എന്തായാലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം എന്തായാലും ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വിവാഹമോചനമില്ല, ഇരുവരും ഒന്നിക്കുന്നു എന്നൊരു വാർത്ത കൂടി എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. 2025 ഡിസംബർ മാസത്തിലാണ് സംഗീത ഇങ്ങനൊരു ഹർജി നൽകിയത്. തന്റെ ഭർത്താവിന് മറ്റൊരു നടിയുമായി ബന്ധമുണ്ട് എന്ന രീതിയിൽ ഒരു ഹർജി കോടതിയിൽ സമർപ്പിച്ചത്. തൊട്ടു പിന്നാലെയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ളൊരു കോലിളക്കം ഈ ഒരു വിഷയം സൃഷ്ടിച്ചത്. എന്തായാലും വിജയും ഈ ഒരു വിഷയത്തിൽ അന്നേരം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. 1998 UK വെച്ചാണ് ഇരുവരും തമ്മിൽ വിവാഹം കഴിച്ചത്. പിന്നീട് 1999 തമിഴ്നാട്ടിൽ വെച്ച് നിയമപരമായി തന്നെ വിവാഹം കഴിക്കുകയായിരുന്നു. പിന്നീടാണ് എന്തായാലും 2026 തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ്, തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായത്. അപ്പോഴും വിജയ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ കുടുംബ പ്രശ്നമാണ് ഇത്, രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നൊരു വാർത്ത കൂടി എന്തായാലും വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. DMK പോലും ഈ ഒരു വിഷയത്തെ വലിയതായി തിരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത ഇരുവരും തമ്മിൽ ഒന്നിക്കുന്നു എന്നത് ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും വിവാഹമോചനം വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.